ಗೈಸ್, ಮಲಯಾಳಂ ಬರಲ್ಲ, ಕನ್ನಡ ಬರುತ್ತೆ. ഞാനിന്ന് ഇവിടുത്തെ ഒരു മാർക്കറ്റിലേക്ക് പോകുന്നത്. അപ്പം അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ്. സാധനങ്ങൾ വിൽക്കാൻ വെച്ചത്. ഇതൊക്കെ ഇവിടുത്തെ ഒരു ഫ്രൂട്ടാണ്. പിന്നെ കുറേ ഇലകൾ, മല്ലി, പുതിന. പ്രായമുള്ളൊരാൾ സ്പൈസസും പൊടികളൊക്കെ വെക്കുന്നത്. അതേപോലെ ഇവിടുത്തെ ചില്ലി മുളക് കണ്ടില്ലേ, വലിപ്പം. ഒരു ചേച്ചി. ഹായ്, സുഖമാണോ? ഏനോ മലയാളം, കേരള. ಮಲಯಾಳಂ ಬರಲ್ಲ, ಕನ್ನಡ ಬರುತ್ತೆ. സുഖമാണോ? 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 ഹായ്. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് പച്ചക്കറി വാങ്ങുന്ന ചേച്ചി ഇത്. അപ്പൊ എനിക്ക് ഡിസ്കൗണ്ടിൽ തരും. ഹായ് പറഞ്ഞേ. ഹായ്. ഇത് കണ്ടില്ലേ, ഓരോ സെക്ഷനായിട്ടാണ് ഇതിനകത്ത് ഉണ്ടാവുക. ഇവിടെ ധാന്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഈ ഒരു സെക്ഷൻ മൊത്തം ധാന്യങ്ങളും എല്ലാം ഉണ്ട്. ഈ ഒരു സെക്ഷനിലാണ് മീറ്റ്. നമ്മുടെ നാട്ടിലെ പോലെ ഇവർ മീറ്റാണ് കൊടുക്കുക. അപ്പോൾ സ്കിന്നും കാര്യങ്ങളൊക്കെ പിന്നെ റിമൂവ് ചെയ്തിട്ട് ഇവർ സെയിൽ ചെയ്യും. ഇവിടെ പിന്നെ മീറ്റിൻ്റെ പൈസ പെർ kg 260 രൂപയാണ് ചിക്കൻ്റെ പൈസ. ഇതുപോലെ ഇത് കണ്ടില്ലേ, ഇത് നാടൻ കോഴി. നാടൻ കോഴിനെ ഇവർ ഇങ്ങനെ കൂട്ടിലിട്ടിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ നാടൻ കോഴി മാത്രം മീറ്റ് കിട്ടില്ല. നാടൻ കോഴി സിംഗിൾ കോഴി അങ്ങനെ ഫുള്ള് മാത്രമേ കിട്ടൂ. നമ്മുടെ നാട്ടിലില്ല പോലെ. നാടൻ കോഴിക്ക് പൈസ അധികമാണ്. പച്ചക്കറി ഷോപ്പ്. ഇവിടുത്തെ മെയിൻ ചിക്കൻ, അതുപോലെ തന്നെ പോർക്ക്, മട്ടൺ. ഇതാണ് ഇവിടുത്തെ മെയിൻ മീറ്റ് യൂസ് ചെയ്യുന്നത്. ഇത് പച്ചക്കറി പിടിക. മറ്റൊരു സംഭവം കണ്ടില്ലേ നിങ്ങൾ? ഇത് നമ്മുടെ നാട്ടിൽ അത്ര ഇല്ല ഒന്ന് മാർക്കറ്റിൽ. ഇവിടെ ലൈവ് ഫിഷ്. ഇവരിങ്ങനെ ചെറിയൊരു വെള്ളം വല ഇവിടെ കെട്ടിയിട്ട് അതിനകത്ത് നമുക്ക് ജീവനോടെ മീനിനെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഇവർ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് തരും. അങ്ങനെ ഫ്രീസറോ അല്ലെങ്കിൽ ഐസ് ഇട്ടതോ ഒന്നുമല്ല. ഇവർ ലൈവായിട്ട് ഇവരുടെ സ്ഥലത്ത് നിന്ന് ഫിഷ് പിടിച്ചിട്ട് ഇതുപോലെ മാർക്കറ്റിനുള്ളിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആൾക്കാർ വന്നാൽ ലൈവായിട്ട് നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടുപോകാം. ഇതാ വേറൊരു സ്ഥലത്തും കൂടി കാണാം. നമുക്ക് ഇവിടെ ലൈവായിട്ട് തന്നെ ഇവിടെ നിന്ന് ജീവനോടെയുള്ള മീനിനെ വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് കഴിക്കാം. കാരണം ഇവിടെ കടൽ മത്സ്യങ്ങൾ കുറവാണ്. അപ്പം മിക്കവാറും ഇവർ ഇവിടുത്തെ ചെറിയ പുഴയിൽ നിന്നും തോട്ടിൽ നിന്നും അല്ലെങ്കിൽ ഫാമിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടുള്ള മത്സ്യങ്ങളെ കൂടുതലുണ്ടാവുക. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ പേരൊന്നും അറിയില്ല. അധികവും മത്സ്യങ്ങളും ആൾക്കാർ വാങ്ങിക്കുന്ന ഇതുപോലത്തെ മത്സ്യങ്ങളാണ്. ലൈവ് ജീവനോടെയുള്ള മത്സ്യങ്ങൾ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് തരും. അങ്ങനെ ജീവനോടെയുള്ള മത്സ്യങ്ങൾ മാത്രമല്ല, അല്ലാത്ത മത്സ്യങ്ങളും ഉണ്ട്. വലിയ വലിയ മത്സ്യങ്ങളൊക്കെ ഉണ്ട്. വലിയ വലിയ മത്സ്യങ്ങളെല്ലാം ഉണ്ട്. ഏകദേശം ഒരു 12 മണി ആകുമ്പോൾ തന്നെ ഇവിടുത്തെ അതൊക്കെ തീർന്നു. ഈ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് സാധനം കഴിഞ്ഞ് അവർ പോയി.